ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം നമ്മൾ ഇന്നലെ ഒരു മൂടി ഇഞ്ചി പറിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ചുവന്ന ഇഞ്ചിയാണ് കേട്ടോ. ചുവന്ന ഇഞ്ചി വളരെ ഔഷധമുള്ളൊരു ഇഞ്ചിയാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. നമ്മുടെ നോർമൽ ഇഞ്ചി കഴിഞ്ഞ് നല്ല ഔഷധ മൂല്യമുണ്ട് കേട്ടോ. അപ്പോൾ ആ സംഭവം നമ്മൾ ഇന്നലെ ഒഴിച്ചോട് പറിച്ചായിരുന്നേ. നമ്മൾ ചെറിയൊരു ബക്കറ്റിലാണ് നട്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മളത് ഹാർവെസ്റ്റ് ചെയ്തു. ആ ഭാഗം നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി വെച്ചതാണ്. പക്ഷേ നമ്മൾ ഇന്നലെ ഫോൺ ക്ലിയർ ചെയ്തപ്പോൾ നമ്മുടെ ഇത് നഷ്ടപ്പെട്ടു പോയി കേട്ടോ. ദിവസം തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു ചെറിയൊരു ബാസ്ക്കറ്റിലാണ് നമ്മൾ നട്ടത് കേട്ടോ. അപ്പോൾ ഇന്ന് ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാവേ. നമ്മളത് നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചായിരുന്നാണ്, പക്ഷെ നമ്മുടെ ഇന്നത് അബദ്ധവശാൽ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ നമുക്കിന്ന് നമ്മൾ എന്തോരം ഇഞ്ചി കിട്ടി, അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഒക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ചെറിയൊരു ബക്കറ്റിലാണ് നമ്മൾ ഇഞ്ചി നട്ടായിരുന്നത്. അത്യാവശ്യം ചെറിയൊരു ബക്കറ്റാണ്, പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിളവും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഇവിടെ പഴുത്തു തുടങ്ങിയായിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ആ ബാസ്ക്കറ്റിൽ നിന്ന് കിട്ടിയ ഇഞ്ചി കേട്ടോ. നോക്കി അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ വിളവുണ്ട്. അപ്പോൾ ഞാനിത് ഇന്നലെ പറിച്ച് നല്ലോണം വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചാണ് കേട്ടോ. ഇനിയും ക്ലീൻ ആകാനുണ്ട്. അപ്പോൾ ഈ സംഭവം നമുക്ക് നോർമൽ ഇഞ്ചി കഴിഞ്ഞ് കെയർ ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. ഇതിന് ഈ രോഗപ്രതിരോധ ശേഷി കൂടുതലുള്ള വെറൈറ്റി ആയതുകൊണ്ട് തന്നെ പലതരം കീടങ്ങളൊന്നും ഇതിനെ ആക്രമിക്കുകയോ അങ്ങനെ കാര്യങ്ങളൊന്നും ഇതിനില്ല. പിന്നെ നല്ല വിളവും കിട്ടും നമുക്ക്. കണ്ടോ, ഈ കാണുന്ന ഈ കറുത്തൊരു പോർഷനാണ് ഞാൻ നട്ടത് കേട്ടോ. ചെറിയൊരു പീസാണ് ആ ബാസ്ക്കറ്റ് നട്ടത്. എന്നിട്ട് നമുക്ക് ഇത്രയും കിട്ടിയെങ്കിൽ ഇത് വലിയൊരു തടമൊക്കെ എടുത്തിട്ടാൽ നമുക്ക് തരക്കെടില്ലാത്ത രീതിയിൽ ഒരു 5 കിലോ ഒക്കെ എടുത്ത് കിട്ടുമായിരിക്കും കേട്ടോ. നമ്മളതൊന്ന് പരീക്ഷിച്ച് നോക്കുന്നുണ്ട്. ഒരു ഫെബ്രുവരി മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്കും തടമൊക്കെ എടുത്ത് നല്ല സെറ്റായിട്ട് നടണം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനും സാധിക്കുമല്ലോ. ഇത് വളർത്തി നോക്കിയിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയേക്കുന്നത് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിന് മണ്ണൊരു വിഷയമല്ലെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ചുവന്ന മണ്ണ് കറുത്ത മണ്ണ് അങ്ങനെയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ നടുമ്പം പോട്ട് മിക്സൊക്കെ മിക്സ് ചെയ്താണല്ലോ നടുന്നത്. ചാണകപ്പൊടിയും വളമൊക്കെ ഇതിന് കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ ഇതിന് പച്ചില വളമൊക്കെ നല്ല എഫക്റ്റീവാണ്. ഞാൻ പ്രിഫർ ചെയ്യുന്ന എപ്പോഴും ചാണകവെള്ളമാണ് കേട്ടോ. ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം ഇതിന് കൂടുതൽ ചെനപ്പുകൾ പൊട്ടുകയും അതിൻ്റെ അടിയിൽ ഇതിൻ്റെ കാണ്ടം നല്ലോണം സ്പ്രെഡ് ആവുകയും ചെയ്യും. പിന്നെ നമ്മുടെ ചീമക്കൊന്നയുടെ ഇല ഉണ്ടല്ലോ, അത് പുളിപ്പിച്ചിട്ട് കൊടുക്കാം. അത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു വളമാണ്. പിന്നെ ഞാൻ ഇച്ചിരി കരിയില കമ്പോസ്റ്റൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതൊക്കെ ഇനി തടവെടുക്കുമ്പം ആ കൂടെയൊക്കെ ഇട്ട് നടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കുറേ പേര് നമ്മളോട് ഇഞ്ചിയുടെ വിത്തൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ. നമ്മളതിൻ്റെ സെയിലും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വീഡിയോ ഇടാവേ. പിന്നെ എനിക്ക് വേറൊരു സങ്കടമുള്ളൊരു കാര്യം എന്ന് പറയുമ്പം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇട്ട കുറേ വീഡിയോസ് നമ്മുടെ ഇന്ന് നഷ്ടപ്പെട്ടു പോയി കേട്ടോ. അതെങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി സംഭവം. ഇനി നമുക്കത് ആദ്യം തൊട്ട് അപ്ലോഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ വീണ്ടും അപ്ലോഡ് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അതെന്താ പറ്റിയെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം നമ്മൾ നമ്മുടെ കണ്ടൻറ്റുകൾ മാത്രമേ ഇടാറുള്ളൂ, നിങ്ങളും കാണുന്നതാണല്ലോ. പക്ഷേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. അവരങ്ങനെ തന്നെയുണ്ട്. 4715 പേരും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് തന്നെ എനിക്കൊരു വലിയൊരു ആശ്വാസമാണ്. കാരണം നിങ്ങളില്ലെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റുകയില്ല. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കിനി മുന്നോട്ട് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. എൻ്റെ ബലമായ സംശയം എന്ന് പറയുമ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നേരത്ത് ഡിലീറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ ചെറിയൊരു എഡിറ്റിംഗ് പ്രോബ്ലം വന്നപ്പം. അപ്പോൾ ആ കൂടെ എങ്ങാനും കൈ തട്ടിപ്പോയതാണെന്നാണ് എൻ്റെ ഒരു സംശയം. പക്ഷേ ഷോർട്സിനൊന്നും കുഴപ്പമൊന്നും പറ്റിയിട്ടുമില്ല. അപ്പോൾ നിങ്ങളെന്നെ കൈവിടുകയില്ലെന്ന് എനിക്കൊരു ഉറച്ച വിശ്വാസമുണ്ട് കേട്ടോ. ഞാൻ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കാം. ആരും സപ്പോർട്ടൊന്നും കുറയ്ക്കൊന്നും ചെയ്യില്ലേ. അപ്പോൾ എന്തായാലും അതൊക്കെ പോട്ടെ അല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഇഞ്ചി ഒരു ചോട് നമ്മുടെ നിലത്ത് കണ്ടു വെച്ചിട്ടുണ്ട്. അതൊന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നിലത്ത് കണ്ടു വെച്ചിട്ടുള്ള ഒരു റെഡ് ജിഞ്ചറാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ആക്റ്റീവായിട്ട് തന്നെ വളർന്ന് സെറ്റായിട്ട് നിൽക്കുവാണ്. അപ്പോൾ അതിൻ്റെ തണ്ടൊക്കെ ഇവിടെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തേക്ക് വിളവെടുക്കാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമ്മളതിൻ്റെ ചുവട്ടിൽ പൊതയിട്ട് കൊടുത്തായിരുന്നു. നമ്മുടെ കരിയിലയും പിന്നെ ചീമക്കൊന്നര ഇല ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ. അതുപോലെ ഈ കാണുന്ന ഞാൻ ഗ്രോ ബാഗ് നട്ട് വെച്ചേക്കുന്നതാണേ. അപ്പോൾ അതിനകത്ത് ഗ്രോ ബാഗ് തിങ്ങി നിറഞ്ഞ് വളർന്നിട്ടുണ്ട്. ഗ്രോ ബാഗ് വീടുത്തിരിക്കുന്ന കാണാമല്ലോ, അതൊക്കെ ഇഞ്ചിയാണ് കേട്ടോ. എൻ്റെ സൈഡിലോട്ടൊക്കെ ഉണ്ടേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം കേട്ടോ.